യേശു ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബം, ഒത്തിരി അടുത്തിടപെടുന്ന ഒരു കുടുംബം. അവർ പറയുന്നത് നിനക്ക് പ്രിയനായവൻ. അപ്പം അത്രയ്ക്ക് ഇൻറ്റിമസിയുള്ള, അത്രയ്ക്ക് അടുത്ത ഒരു കുടുംബം. ഈ വ്യക്തി രോഗമായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു വന്നില്ല. ഇവർ പറഞ്ഞു വിടുന്നതിൻ്റെ പിന്നിലെ പദ്ധതി എന്താ? യേശു വരണം, പ്രാർത്ഥിക്കണം, കൈവെക്കണം, ലാസർ സൗഖ്യമാകണം. ഇതായിരുന്നു ഇവരുടെ ചിന്ത. എന്നിട്ട് യേശു കർത്താവ് വന്നില്ല. അത് കഴിയുമ്പോൾ പറയുന്നു ലാസർ മരിച്ചു. എന്നിട്ടും യേശു വന്നില്ല. മടുക്കാനുള്ള സാധ്യതകളുണ്ടോ? പിന്മാറ്റത്തിൽ പോകാനുള്ള സാധ്യതകളുണ്ടോ? ഹല്ലേലൂയ. ഇത് വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതകളുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് യേശു ആ വീട്ടിലേക്ക് വരികയാണ്. യേശു ആ വീട്ടിലേക്ക് വരുമ്പോൾ വളരെ പ്രയാസം. ലാസർ മരിച്ചു. ലാസറിനെ അടക്കം ചെയ്തു. 4 ദിവസമായി യേശു ആ വീട്ടിലേക്ക് വരുന്നു. ആ വീടിൻ്റെ അന്തരം യേശുവിനെ കണ്ടപ്പോൾ വല്ലാത്ത നിലവിളിയായി. മറിയ പറയുന്നൊരു ഭാഗമുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഇത് പറയുമ്പോൾ യേശു ഉള്ളെന്നത് കലങ്ങി. അവിടെ നിന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ, 11 അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ, ഈ ഭാഗം കഴിഞ്ഞിട്ട് യേശു കല്ലറയുടെ വാതിൽക്കലേക്ക് വരികയാണ്. ആ ഭാഗത്ത് ഒത്തിരി പേര് തന്നെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ആ ഒരു അനുഭവത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. ആ ഒരു അനുഭവത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ സഹോദരിമാരുടെ സങ്കടം, താൻ ഒത്തിരി സ്നേഹിക്കുന്ന കുടുംബം ഈ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ, ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ പറഞ്ഞു, കല്ലറയുടെ വാതിൽക്കലേക്ക് ചെന്ന് കല്ലു നീക്കി. ഇവർ പറഞ്ഞു നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്നു കല്ലറയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. കല്ലു നീക്കി. എന്നിട്ട് യേശു മേലോട്ട് നോക്കി. കാരണം നാറ്റം വെച്ച വിഷയമാ തൻ്റെ മുന്നിലിരിക്കുന്നത്. 4 ദിവസമായ വിഷയമാ തൻ്റെ മുന്നിലിരിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമാ തൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. പലരും ചോദിച്ചു കാണും, നീ കുരുടനെ സൗഖ്യമാക്കിയില്ലേ? നീ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയില്ലേ? രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സൗഖ്യമാക്കി. അതൊക്കെ റെഡിയാ. പക്ഷെ ഇവിടെ മരിച്ചുപോയി. 4 ദിവസമായി നാറ്റം വെച്ചു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ആ സാഹചര്യത്തിൽ കല്ലു നീക്കിയിട്ട് തന്മേലോട്ട് നോക്കിയിട്ട് തൻ്റെ അപ്പനോട് അപേക്ഷിക്കുകയാ. ഇന്ന് രാത്രി ഈ ദൂത് പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. വളരെ ശാന്തമായി ഞാൻ പറയട്ടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട നിന്റെ വിഷയമില്ലേ? ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചില വിഷയങ്ങളില്ലേ? ഇതിനകത്ത് മറുപടി ഉണ്ടാകത്തില്ലെന്ന് നീ സ്വയമായി പറഞ്ഞ ചില വിഷയങ്ങളില്ലേ? ഇന്ന് രാത്രി നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്നിട്ട് അപ്പനുമായൊന്ന് സംസാരിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ, അപ്പനെ അതിനകത്തൊന്ന് ഇടപെടുത്താൻ തുടങ്ങുമോ? അപ്പൻ്റെ കരത്തിനകത്തേക്ക് ആ വിഷയത്തെ ഒന്ന് കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എന്തോ ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് അപ്പൻ്റെ കയ്യിലേക്ക് നിന്റെ ആ വിഷയത്തെ ഒന്ന് കൊടുക്ക്. നാളത്തെ കാര്യം ഹല്ലേലൂയ നിനക്കറിയാൻ പറ്റത്തില്ല. നാളെ അത് എങ്ങനെ ഹല്ലേലൂയ ഫേസ് ചെയ്യുമെന്ന് അറിയത്തില്ല. നാളെ അത് നിനക്ക് എങ്ങനെ സോൾവ് ആക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ഉയരത്തിലെ അപ്പനറിയാ ഈ വിഷയത്തിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. ഈ വിഷയത്തിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഉയരത്തിലെ അപ്പൻ നിനക്ക് പറഞ്ഞു തരും.
ഇന്ന് രാത്രി അപ്പന്റെ കരത്തിലേക്ക് അത് കൊടുക്കാമോ? നാറ്റം വെച്ച വിഷയമാ. 4 ദിവസമായി കല്ല് നീക്കാൻ പറഞ്ഞു. ഇനി അപ്പനോട് പറഞ്ഞാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. കല്ല് നീക്കി ചുറ്റും പുരുഷാരം കാത്തിരിക്കുകയാ, എന്താ ചെയ്യുന്നെന്ന് കാണാൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അല്ലെ നിന്റെ പ്രാർത്ഥന കൊണ്ട് എന്താകുമെന്ന് ചോദിച്ചവര് ചുറ്റും നോക്കി നിൽക്കുകയാ. നിന്റെ വീടിനകത്ത് എന്ത് സംഭവിക്കോ, നിന്റെ തലമുറയ്ക്ക് എന്തുണ്ടാകുമെന്ന് കാണാൻ ചുറ്റും നോക്കി നിൽക്കുന്നവരുടെ മുന്നില് നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നവർ കരമടിച്ച് സ്വീകരിക്കുക. എന്തോ ആത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നീ എന്താകുമെന്നും നിന്റെ തലമുറ എന്താകുമെന്നും കാത്തിരിക്കുന്ന ചിലതിന്റെ മുന്നില് നിന്റെ പ്രാർത്ഥനയുടെ വിടുതലുകൾ, നിന്റെ